എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു കേസ്, ഒരു ചെക്കൻ വരികയാണ്. അവന് 30-35 വയസ്സുണ്ട്. അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ് സാറേ, എനിക്കിപ്പോൾ ഒരു ഡിപ്രഷൻ പോലെ ഫീൽ ചെയ്യുന്നു, ഭയങ്കര സ്ട്രെസ്സാണ്. നല്ല ദീനിയായ മോനാ, ഒരു കുഴപ്പമില്ല, അവൻ ജോലി ചെയ്യുന്നുണ്ട്, ദീനിയാണ്. ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറ്റിയത്, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, ഇത്രയും നല്ലൊരു ഭാര്യ മക്കളും, എനിക്ക് നല്ല ഭാര്യ മക്കളോ സാറേ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വീടൊക്കെ സ്വന്തമായിട്ട് ഞാൻ വീടെടുത്തിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം? അപ്പോൾ അയാൾ മടിച്ച് പറയുകയാണ്. പറഞ്ഞത് എന്താണെന്നറിയോ? അയാളെ ബാപ്പ മരിക്കുകയാണ്. ബാപ്പ മരിച്ചു പോവാണ്. 10-65 വയസ്സിന് മേൽ പ്രായമുള്ള ബാപ്പ പെട്ടെന്ന് മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞ് ബാപ്പാൻ്റെ നല്ല ബാപ്പ വള്ളി കമ്മിറ്റിയിലുണ്ട്, അടിപൊളിയാണ്, എല്ലാവർക്കും ദൈവത്തെ നടത്തുന്നു, അത് എല്ലാറ്റിനുള്ള ബാപ്പ. ഈ ബാപ്പ മരിച്ചാണ് പോയി. ബാപ്പ മരിച്ചു പോയി കഴിഞ്ഞ് കബറടക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാപ്പാൻ്റെ മൊബൈൽ ഫോൺ ബാക്കിയാവുമല്ലോ, അതാർക്കാ കിട്ടുക? ഞാനും നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആരുടെ കയ്യിലാണ് കിട്ടുക? അത് കബർക്ക് വെക്കൂലല്ലോ, വെക്കുമോ? ഇല്ല. ചെക്കൻ്റെ അടുത്താണ് മൊബൈൽ ഫോൺ കിട്ടിയത്, ബാപ്പാൻ്റെ മൊബൈൽ ഇവൻ്റെ അടുത്താണ്. ഉണ്ടോ? ഈ ചെക്കൻ ആ മൊബൈൽ ഫോൺ വെറുതെ എടുത്ത് തുറന്ന് പരിശോധിച്ച്, ബാപ്പാക്കാണെങ്കിൽ അത് ലോക്ക് ചെയ്യാനോ ഫിംഗർ ലോക്ക് ചെയ്യാനോ ഒന്നും അറിയില്ല. ബാപ്പാൻ്റെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തത് ഇയാളുടെ മോനാ. കാരണം നമ്മളെ പേരക്കുട്ടിയൊക്കെ ബാപ്പാൻ്റെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് അറിയാം, അതിന് പിന്നെ ഫിംഗർ ലോക്കൊന്നുമില്ല, അതിനെന്തോ നമ്പറാ, 1 2 3 4 എന്തോ നമ്പറാ, എനിക്ക് എന്തോ പാറ്റേണാ. ഈ ഫോണും കയ്യിൽ പിടിച്ചിട്ട് ഇതിന് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മോൻ അങ്ങനെ എടുത്തപ്പം ഇയാളുടെ മോൻ, ചെറിയ ചെക്കൻ, 5-6 വയസ്സ് പ്രായമുള്ള മോൻ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇത് പാപ്പൻ്റെ ഫോണല്ല, എനിക്കറിയാം ഇതിൻ്റെ കോഡ്. അപ്പോൾ അയാൾ കാണിച്ചു കൊടുത്തു, മോനൊന്ന് തുറന്ന. ആ ചെക്കൻ തുറന്നു കൊടുത്തു ഫോണ്. ആ ചെക്കൻ തുറന്നു കൊടുത്തിട്ട് ഇയാൾ ആ ഫോൺ എടുത്ത് ഇതിലെന്താ ഉള്ളത്, ബാപ്പാൻ്റെ വല്ല എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ആ മോൻ കണ്ട കാഴ്ചകൾ ഭയങ്കര പ്രശ്നമാണ്. ആ വാട്സപ്പിൽ അവൻ്റെ ചില ചാറ്റിങ്ങുകൾ ഈ ഒരു മോന് സഹിക്കാൻ കഴിയാത്ത സാധനങ്ങളാണ്. അവൻ്റെ അടുത്തൊന്ന് പറയാം, സാറേ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലതുൻ സ്വാലിഹുൻ യദൂറഹു സന്താനങ്ങളാണ്, അല്ലേ? എൻ്റെ ബാപ്പയ്ക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അത്രക്ക് എൻ്റെ ബാപ്പാൻ്റെ ഞാൻ കണ്ടു. ആ മൊബൈൽ അയാൾ ഒഴിവാക്കി, അയാൾ ആ മൊബൈൽ കളഞ്ഞു. പക്ഷെ അയാൾ കണ്ട ആ സാധനം, ബാപ്പാനെ കുറിച്ചുള്ള അയാളുടെ അത്രയും കാലം ബഹുമാനിച്ച ആ വ്യക്തി അയാളുടെ മനസ്സിൽ അഴിഞ്ഞു വീണു. ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഈ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് ഇവർക്കിത് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്.